ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ബർത്ത്ഡേ പാർട്ടിക്ക് പോയൊരു കുഞ്ഞു വ്ളോഗാണ് ഗൈസ് ഇത്. പോകുന്ന വഴിക്കത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ ടാക്സിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് കറക്റ്റ് ടൈമിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ബർത്ത്ഡേ ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ബലൂണൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോകുന്ന ആളുടെ ബർത്ത്ഡേ ആണ്. ആളുടെ പേര് ഐറിസ് എന്നാണ്. അപ്പോൾ ഐറുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനാണ് ഗൈസ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പാർട്ടിയിലേക്ക് കടക്കുവാണ്. ഞാൻ വെൽക്കം പറയുകയാണ്. ഉള്ളിൽ ആരെങ്കിലും പുറമെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളോട്ടേക്ക് കയറിയിരിക്കണം. ആരെങ്കിലും പുറമെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ഉള്ളോട്ട് വരാം. നമ്മൾ ഒഫീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഐറക്കുട്ടിയുടെ ബർത്ത്ഡേ നാളെ 16th ജൂണിനാണ്. നമ്മുടെ എല്ലാവരെയും കൺവീനിയൻസ് കണക്കിലെടുത്തിട്ട് നമ്മൾ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ നാളെ സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ഐറക്കുട്ടിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഐറ ആൻഡ് വെൽക്കം യു ടു ദ സ്റ്റേജ് ഫോർ ദ കേക്ക് കട്ടിംഗ്. ഐറക്കുട്ടിയുടെ ഡിയർ അപ്പ ജിജോ ആൻഡ് അമ്മ ജിസ്മി. അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് അവർ 3 പേരും കൂടെ ഇനി സ്റ്റേജിലോട്ട് വന്നു ഗൈസ്. അപ്പോൾ എല്ലാ മക്കളെയും വിളിക്കുന്നുണ്ട്. കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളെയും കൂടെ വിളിക്കുന്നുണ്ട് കേക്ക് മുറിക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ഐറിസ് ആണെങ്കിൽ കേക്ക് മുറിക്കാനായിട്ട് ബഹളം വെക്കുവാണ്. അപ്പോൾ ജിസ്മി പറയുന്നുണ്ട് എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുറിക്കാമെന്ന് പറഞ്ഞ് ആളെ ഇങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തുവാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു ഗൈസ്. നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു. നല്ലൊരു പേസ്റ്റൽ കളർ കോമ്പിനേഷനിലുള്ള കേക്കായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും വന്നിങ്ങനെ സ്റ്റേജിൽ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ നിർത്തുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഐറിസ് വാ മുറിക്കാം എന്നാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരെ എല്ലാവരും വന്ന സ്ഥിതിക്ക് അവർ കേക്ക് മുറിക്കുവാണ്. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും ഐറൂസിനെ കൈയൊക്കെ അടിച്ച് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഐറൂസിൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പാട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുകയും ടാറ്റ തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാനാന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ചിരിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഐറുക്കുട്ടി മൈക്കൊക്കെ മേടിച്ച് എല്ലാവർക്കും ലവ് യു എന്നും താങ്ക് യു എന്നും ഒക്കെ പറയുന്നുണ്ട്. നല്ല നല്ല പാട്ടുകളൊക്കെ ആൾ പാടുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ലവ് യു എന്നൊക്കെയാണ് അവൾ പറയുന്നത് എല്ലാവരോടും. സൗണ്ട് ഡിസ്റ്റർബൻസ് കാരണമാണ് ഓൺ വോയിസ് ചെയ്യാത്ത ഗൈസ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവൾ നല്ലൊരു പാട്ടൊക്കെയാണ് പാടുന്നത്. ആ സമയത്ത് സ്റ്റേജിൽ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടക്കുവാണ്. എല്ലാവരും ഓരോ ബാച്ചായിട്ട് പോയി ഫോട്ടോസൊക്കെ എടുക്കുക. അടിപൊളി സ്റ്റേജ് ആയിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു. ബലൂണിൻ്റെ ആയാലും ഡ്രസ്സിൻ്റെ ആയാലും ഒക്കെ നല്ല മാച്ചിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഓഡിയൻസ് എല്ലാവരും പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന്മാരൊക്കെ നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫെമിനും ഒരു പാട്ടൊക്കെ പാടി. പക്ഷേ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ ഇവാനയൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി. ആ സമയത്ത് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഫൗസ്റ്റീനെയാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ നാണിച്ച് നിൽക്കുവാണ് ഗൈസ്. അവൾ ദേ നാണിച്ച് നിൽക്കുന്ന പോസാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുവാണ്. നമ്മുടെ കുട്ടപ്പായി ദേ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടേ ഇരിക്കുവാണ് സ്റ്റേജിൽ. അപ്പോൾ നമ്മുടെ ജൂലി ചേച്ചി സൽമാനൊക്കെ കയറി ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാവരും ഫുഡിലോട്ടാണ് ഇനി പോകുന്നത്. ഫുഡൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. ബിരിയാണി അങ്ങനെ കുറേ മെനു ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ്, അപ്പം, പൊറോട്ട, ചപ്പാത്തി, ബട്ടർ ചിക്കൻ, ബിരിയാണി, വെജുകാർക്ക് സ്പെഷ്യലായിട്ട് വെജ് ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ മെനു ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്.
സ്റ്റേജിൻ്റെ സൈഡിൽ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കോപ്പിറൈറ്റിന് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ പാട്ടൊന്നും കേൾപ്പിക്കാത്തത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇതൊക്കെയായിരുന്നു ഗൈസ്. അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവരെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഓരോരുത്തർ ഫുഡൊക്കെ എടുത്ത് അവനവന് വേണ്ടുന്ന ഫുഡൊക്കെ എടുത്ത് എല്ലാവരും പോയി ഓരോ ചെയറിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു, ബിരിയാണിയൊക്കെ ആയിരുന്നു മെയിൻ കോഴ്സായിട്ടുണ്ടായിരുന്നത്. സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ എടുക്കുവാണ്, എല്ലാവരും ഫുഡൊക്കെ എടുക്കുവാണ്. ഞാൻ ലാസ്റ്റാണ് കഴിച്ചത്. കുട്ടപ്പായ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനെ എടുത്തു. പിന്നെ ആൻസി ചേച്ചി അവനെ എടുത്തു. അവനിങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. വഴക്കൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫെമിൻ നോക്കി നന്നായിട്ടൊന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. സ്റ്റേജിലാണെങ്കിൽ ഫോട്ടോഷൂട്ട് ഇങ്ങനെ നടന്നു. നമ്മുടെ സൽമാനാണെങ്കിൽ കുട്ടപ്പായനെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവനാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല ഉറക്കത്തിലാണ്. വീണ്ടും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. സ്റ്റേജിലാണെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. അതിൽ നമ്മുടെ അമ്മ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ പാട്ടായിരുന്നു. ഞാനും ജസ്റ്റ് അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.